അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേനൽ അവധി കാലമാണ്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ പല നിലക്കും കുടുംബക്കാരുടെ വീടുകളിലും അതുപോലെ തന്നെ കസിൻസിൻ്റെ വീടുകളിലൊക്കെ പോയി അവിടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷത്തിലാണ് എല്ലാവരും ഈ സമയത്ത് ജീവിക്കുന്നത്. വെക്കേഷൻ സമയമാകുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെയും അതുപോലെ ഗ്രാൻഡ് ഫാദറിൻ്റെയും വീട്ടിൽ പോയി താമസിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള വെള്ളക്കെട്ടിൽ കുട്ടികൾ അലക്ഷ്യമായി പോയി അവിടെ അപകടത്തിൽപ്പെടുന്ന വളരെ ദുരന്തകരമായ ഒരവസ്ഥ ഇപ്പോൾ പലപ്പോഴും കാണുന്നുണ്ട്. ഈ അടുത്ത് തന്നെ 2-3 ആളുകൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച രംഗം, ചെറിയൊരു കുട്ടിയും അതുപോലെ തന്നെ 2 വലിയ ആളുകളും മരണപ്പെട്ടു പോയതും, ഒരുപാട് വിദ്യാർത്ഥിനികൾ പുഴയിലും അതുപോലെ തന്നെ കടലിലും അലക്ഷ്യമായി കുളിക്കാൻ പോയി. അവിടെ നിന്ന് നീന്താൻ അറിയാതിരിക്കട്ടെ, നമ്മൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മക്കൾ നമുക്ക് വിലപ്പെട്ടതാണ്. അവരെ നാം അപകടത്തിലേക്ക് തള്ളിവിടാതെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നാമൊക്കെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നതും. അവിടെ നിരീക്ഷിച്ച് നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം അവരുണ്ടാവേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ മക്കളെ നാം ഒരുപാട് കാലം വളർത്തി അവസാനം മരണത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം നാം നമ്മുടെ മക്കളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അതിൻ്റെ പിന്നിലുള്ള വലിയ വിഷമം എന്ത് വെച്ചാൽ, അപകട മരണത്തിൽ അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും, ഞാൻ ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ മരണപ്പെട്ട സമയത്തും പോയ അനുഭവമുള്ളത് കൊണ്ട് പറയുകയാണ്. നമ്മുടെ ശരീരം വെട്ടിപ്പൊളിക്കുകയും തലയോട്ടികൾ പൊളിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നുപെടാറുണ്ട്. ആ ദുരന്തങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മക്കളെ നാം സംരക്ഷിക്കണം, നമ്മുടെ മക്കളെ സൂക്ഷിക്കണം. നമ്മുടെ മക്കളെ അല്ലാഹു തആല ഏൽപ്പിച്ച ഒരു അമാനത്ത് സ്വത്താണ്. അവരുടെ ദീനും ദുനിയാവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും വെച്ച് സംരക്ഷിക്കേണ്ടത് നാം ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ മക്കളെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നാം ഈ വെക്കേഷൻ സമയത്തും മറ്റുള്ള സമയങ്ങളിലൊക്കെ നാം കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.